പലരും ഒരു വലിയൊരു സ്റ്റേജിൽ വന്നിട്ട് പോലും അവരുടെ ചാനൽ വളരെ ലെവലിൽ അൽഗോരിതത്തിന്റെ താഴെ പോകുന്നത്, യൂട്യൂബിന്റെ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും താഴെ പോകുന്നത് അവരുടെ ഈ ആപ്പിൾ എക്കോസിസ്റ്റം ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇതെല്ലാം യൂസ്ഡ് വാങ്ങിച്ചതാണ് കേട്ടോ. അവരും നല്ല അപ്രിസിയേഷൻ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞു. കുറെ ഇൻസ്റ്റാഗ്രാമിൽ നല്ല മെസ്സേജസ് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ്. ആൻഡ് ബിഗ് താങ്ക്സ് ടു ഓൾ ഓഫ് യു. ഇത് ഒരാൾ പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇത് വീഡിയോ എങ്ങനെ എടുക്കാം എന്നുള്ളതും ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡിൽ ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അത് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ തന്നെ എലോണായിട്ട് ഇരിക്കുന്നതിൽ എന്തല്ലേ പ്രശ്നം? ഒരു എസ്സേ പോലെയോ അല്ലെങ്കിൽ കഥ എഴുതിയോ സ്ക്രിപ്റ്റിംഗ് എന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റുഡിയോ ടൂർ കാണണമെന്ന് പറഞ്ഞ് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ലോക്ക്ഡൌൺ വിശേഷങ്ങൾ കുറേ ഉണ്ടല്ലേ പറയാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും. എനിക്കുമുണ്ട് ഈ ലോക്ക്ഡൌണിൽ പഠിച്ച കുറച്ച് എക്സ്പീരിയൻസസും കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും ആണ് കേട്ടോ. ഈ ഒരു വീഡിയോ വളരെ ചെറുതായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസസ് വളരെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടായിരിക്കും പറയുന്നത്. ഇതിൽ ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, അതല്ലെങ്കിൽ കുറച്ചും കൂടെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. So without wasting much time, this is Prashant Davi and you're watching GeekBoZ TV. Guys, അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ്, how to get contents for YouTube. നമ്മുടെ യൂട്യൂബ് ചാനലിൽ എങ്ങനെയാണ് കണ്ടന്റ് കിട്ടുക? പലർക്കും അറിയാം, ടെക് ഫീൽഡിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സ്, അതായത് പുതുതായിട്ട് യൂട്യൂബ് ചാനലിലോട്ട് വരുന്നവർക്ക് കണ്ടന്റ് 1-2 കണ്ടന്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് കണ്ടന്റ് കിട്ടുന്നില്ലല്ലോ, ഇനി എന്ത് കണ്ടന്റാണ് ചെയ്യുക? ഇത് പരീക്ഷിച്ചതാണോ? ഇത് ഇന്ന ആൾ ചെയ്തതല്ലേ? ഇനി അപ്പോൾ എനിക്കൊരു കണ്ടന്റ് ഇല്ലല്ലോ, എന്താണ് വ്യത്യസ്തമായിട്ട് ചെയ്യുക? അപ്പോൾ പലർക്കും ഉള്ളൊരു, ഈവൻ വലിയ യൂട്യൂബേഴ്സിന് പോലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, അവർ തുറന്നു പറഞ്ഞൊരു കാര്യമാണ് കണ്ടന്റ് ഡെഫിഷ്യൻസി. ഈ കണ്ടന്റ് ഡെഫിഷ്യൻസി എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കണ്ടന്റ് ചെയ്തു, ഓക്കെ അത് കൊള്ളാം, അടുത്തൊരു കണ്ടന്റ് എടുക്കുന്നു, ചെയ്തു, ഇതിന് ശേഷം ഇനി എന്ത് എന്നുള്ളൊരു മിക്കവാറും ഉള്ള യൂട്യൂബേഴ്സിന് പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഈ കണ്ടന്റ് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. പലരും ഒരു വലിയൊരു സ്റ്റേജിൽ വന്നിട്ട് പോലും അവരുടെ ചാനൽ വളരെ ലെവലിൽ അൽഗോരിതത്തിന്റെ താഴെ പോകുന്നത്, യൂട്യൂബിന്റെ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും താഴെ പോകുന്നത് അവരുടെ ഈ ഒരു കണ്ടന്റിന്റെ സെലക്ഷൻ കറക്റ്റ് ആവാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ലോക്ക്ഡൌൺ പീരീഡിൽ പഠിച്ചൊരു കാര്യം, എങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെ എങ്ങനെ കണ്ടന്റ് കിട്ടുക, പുതിയ പുതിയ കണ്ടന്റ് ഐഡിയാസ് എങ്ങനെ കിട്ടുക, എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, കുറച്ച് ശ്രദ്ധ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടന്റ് ഡെഫിഷ്യൻസി എന്നുള്ളത് പാടെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ്. അതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇനി അടുത്തെന്താണ് കാണാൻ താല്പര്യമുള്ളത് എന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ ലിസ്റ്റ് ചെയ്യാൻ പറയാം. ഈ കമന്റ് ബോക്സിൽ ലിസ്റ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് കുറേ പേരുണ്ട് കേട്ടോ, സപ്പോർട്ടീവ് ആയിട്ടുള്ളവരുണ്ട്. അപ്പം അവർക്ക് കുറേ ടോപ്പിക്കൽ, നിശ്ചയമായിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ചോദിക്കും. ഒരു മേ ബി ഒരു 4-5 ടോപ്പിക്കുകളെ ഉള്ളൂ എന്ന് വന്നതേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ, ഈ 4-5 ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഏതാണ് ഫേവറബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ എനിക്കിതിനെപ്പറ്റി ധാരണയുണ്ട് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് മാത്രം സെലക്ട് ചെയ്യാം. അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് 1-2 ഓപ്ഷൻ ആയിട്ട് ഇട്ടിട്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം യൂട്യൂബിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു 2000-3000 സബ്സ്ക്രൈബറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു ഓപ്ഷനാണിത്. പോസ്റ്റ് ചെയ്തിട്ട് പോളിങ്ങിലോട്ട് ഇടുക. ഏത് സബ്ജക്റ്റിനാണ് കൂടുതൽ പോളിംഗ് വോട്ട് കിട്ടിയത് ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം വീഡിയോ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അതുകൊണ്ട് തന്നെ കണ്ടന്റ് ഡെഫിഷ്യൻസി തന്നെ ഉണ്ടാവില്ല. കാരണം അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ കുറേ കണ്ടന്റ്സും ടോപ്പിക്സും കിട്ടും. അത് വെച്ച് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡിൽ എനിക്ക് കണ്ടന്റ് കിട്ടാനായിട്ടും കുറച്ച് പാടായിരുന്നു. അപ്പോൾ കിട്ടിയ കണ്ടന്റ്സ് ഇങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. ഗൈസ്, പോയിന്റ് നമ്പർ 2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ ഐ എഡിറ്റ് ഓൺ എ 4-year-old MacBook Air. ഇതാണ് എൻ്റെ MacBook Air, i5 8GB RAM 128GB SSD. ഈ ഒരു സ്പെക്കാണ് എൻ്റെ ഈ ഒരു മാക്കിൽ വരുന്നത്. മാക്ബുക്ക് എയർ ആണ് കേട്ടോ. അതിൻ്റെ ഒരു ബേസ് വേരിയൻറ്റ് മാത്രമാണ്. ഒരു 4 വർഷത്തോളം 2017 വെർഷനാണ് എൻ്റെ കയ്യിരിക്കുന്നത്. അപ്പം നിയർലി 4 വർഷത്തോളം പഴക്കമുള്ള ഒരു മോഡലാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നും കൂടെ നിങ്ങളറിയാം. ഇത് നിങ്ങൾ ഈ മാക്കും ഇതൊരു ഐപാഡാണ്. പിന്നെ നിങ്ങൾക്കറിയാം, ഇതെല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും, ഓ ഈ ഒരു യൂട്യൂബേഴ്സിന് മൊത്തം ഇനിയിപ്പം ഈ ആപ്പിൾ എക്കോസിസ്റ്റം ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഞാനിതെല്ലാം യൂസ്ഡ് വാങ്ങിച്ചതാണ് കേട്ടോ, ബ്രാൻഡ് ന്യൂ ഒന്നും അല്ല, വളരെ യൂസ്ഡ് സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു പോർഷൻ പ്രോഫിറ്റ് എനിക്ക് ഇതിലുണ്ടായിട്ടുണ്ട്. കാരണം 60,000 രൂപ 65,000 രൂപയോളം ഉണ്ടായിരുന്നപ്പോഴാണ് എനിക്കൊരു 40,000 രൂപയ്ക്ക് ബോക്സ് പീസ് ആയിട്ടുള്ള ഈ ഒരു മാക്ക് കിട്ടിയത്. അതേപോലെ തന്നെയാണ് എനിക്ക് ഈ ഒരു ഐപാഡ് കിട്ടിയതും വളരെ കുറഞ്ഞൊരു റേറ്റാണ്. ഒരു പകുതിയിൽ കുറവ് റേറ്റ് മാത്രമേ എനിക്ക് ഇതിൻ്റെ ഐപാഡിനും ആയിട്ടുള്ളൂ. സ്റ്റിൽ ദിസ് ഈസ് വർക്കിംഗ് പെർഫെക്റ്റ്ലി കേട്ടോ. ഒരു ടെക് യൂട്യൂബർ നിലയ്ക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാനും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ ഒരു 2 ഡിവൈസും. പല യൂട്യൂബേഴ്സും ബ്രാൻഡ് ന്യൂ സ്റ്റഫ് വാങ്ങിച്ച് പോർഷ് ആയിട്ടുള്ള സ്റ്റുഡിയോയും ഇവിടെ കുറേ എക്യുപ്മെന്റ്സും വാങ്ങിച്ച് നിറയ്ക്കാറുണ്ട്. നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. വളരെ ബഡ്ജറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്കും ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഗാഡ്ജറ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ
നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ എച്ച് ഡിയിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഫുൾ എച്ച് ഡിക്ക് പറ്റുന്ന ഒരു ഡിവൈസ് വാങ്ങിച്ചാൽ മതി. അതിപ്പോൾ സിസ്റ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലാപ്ടോപ്പ് ആയിക്കോട്ടെ, മാക് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എന്ത് ഡിവൈസ് വാങ്ങിച്ചാലും നിങ്ങളുടെ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ളത് തന്നെ വാങ്ങുക. അപ്പോൾ ഹൗ ഐ എഡിറ്റ് ഓൺ എ 4-year ഓൺ മാക്ബുക്ക് എയർ, ഈ ഒരു നിങ്ങൾ കഴിഞ്ഞ ഒരു 4-5 വീഡിയോസ് കണ്ടത് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റി യാതൊരു എന്താ പറയുക പ്രൊഫഷണൽ നോളജും ഇല്ല. സത്യം പറഞ്ഞാൽ എന്ത് വീഡിയോസ് ചെയ്യുമ്പോഴും കഴിഞ്ഞ വീഡിയോസിലൊക്കെ പല എഡിറ്റിങ്ങും കണ്ടു. പലരും നല്ല അപ്രിസിയേഷൻ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞു. കുറേ ഇൻസ്റ്റാഗ്രാമിൽ നല്ല മെസ്സേജസ് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് ആണ്. ബിഗ് താങ്ക്സ് ടു ഓൾ ഓഫ് യു. അപ്പം ഈ ഒരു മാക്കിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മാക്കിൽ നിങ്ങൾക്കറിയാം i5 ഒക്കെ വെച്ചിട്ട് പലർക്കും എഡിറ്റിംഗ്, ഇതിന് ഗ്രാഫിക്സ് കാർഡ് പോലും ഇല്ല. ഗ്രാഫിക്സ് കാർഡ് ഐ മീൻ ഇൻബിൽഡ് ഗ്രാഫിക്സാണ് വരുന്നത്. അപ്പം പ്രത്യേകം കാർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈ എൻഡ് ഒരു 80,000 1 ലക്ഷം രൂപയുടെ ലാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ട്. പക്ഷേ മാക്ബുക്കിൽ ഈ ഒരു മാക്ബുക്ക് എയറിൽ എഡിറ്റ് ചെയ്ത കണ്ടൻസാണ് നിങ്ങൾ ഈ കണ്ട 4-5 എണ്ണം. അതെല്ലാം നന്നായിട്ട് തന്നെ എനിക്ക് ഇതിൽ ചെയ്യാൻ പറ്റി. വിതൗട്ട് എനി ലാഗ്, ഒരു സ്റ്റട്ടറിങ്ങോ ഒരു ലാഗോ ഒന്നും ഇല്ലാതെ ഈ ഒരു കുറഞ്ഞൊരു ഡിവൈസിൽ ചെയ്യാൻ പറ്റി. ഇതൊരു പരീക്ഷണമായിരുന്നു കേട്ടോ. കാരണം ഒരു ഹൈ എൻഡ് PC എടുത്ത് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു നല്ലൊരു മാക്ബുക്ക് M1 ചിപ്പൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഡിവൈസ് ഇത്രയും പ്രൊഡക്ടിവിറ്റിക്ക് സഹായിക്കുമെന്ന് ഞാൻ അറിഞ്ഞത് ഈ ഒരു സിറ്റുവേഷനിലാണ്. അതായത് ലോക്ക്ഡൗൺ പീരീഡ് ആണ്, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേറെ ആൾക്കാരൊന്നുമില്ല. നേരത്തെ മീഡിയ മാനേജർ എല്ലാവരും വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം, അതേപോലെ തന്നെ എഡിറ്റിംഗ് ചെയ്യണം. അപ്പം ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഹൗ ഐ എഡിറ്റ് ഓൺ 4-year ഓൾഡ് മാക്ബുക്ക് എയർ എന്നുള്ളത്. പോയിന്റ് നമ്പർ 3 എന്താണ്? ഹൗ ഐ ഷൂട്ട് ദ വീഡിയോ മൈസെൽഫ്. ഒറ്റയ്ക്ക് എങ്ങനെ ഈ വീഡിയോ എടുക്കാം എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് ക്യാമറ അവിടെ ഇത്രയും ദൂരത്താണ് ക്യാമറ നിൽക്കുന്നത്. എങ്ങനെ ഒരു 7 അടിയെങ്കിലും ദൂരത്തു നിന്നാണ് ഞാൻ ഒരു ക്യാമറ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഓഡിയോ ചെക്ക് ചെയ്യണം, അതേപോലെ തന്നെ ലൈറ്റിംഗ് സെറ്റ് ചെയ്യണം, ഇതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങൾ ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്യണം. ഇതിനെല്ലാത്തിനും സമയമെടുക്കും. ഇതിനൊരു മിനിമം ഒരു 1-2 ആൾക്കാരെങ്കിലും മിനിമം വേണം. ഇത് ഒരാൾ പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇത് വീഡിയോ എങ്ങനെ എടുക്കാം എന്നുള്ളതും ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡിൽ ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അതിനാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഡിവൈസ്, ഇതേപോലെ തന്നെ ഈ ഒരു 2 ഡിവൈസ് ഇപ്പോൾ ഓപ്പൺ ആണ്, വർക്കിംഗ് ആണ്. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാനത് ഈ ക്യാമറയിലുള്ള ഔട്ടുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഐപാഡ് വെച്ചിട്ടാണ്. കാരണം വേറൊരാൾ നമുക്ക് ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു അസിസ്റ്റൻസിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ഐപാഡോ ഒരു ടാബോ എന്ത് വേണോ ഉപയോഗിക്കാം കേട്ടോ. ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കളറും കാര്യങ്ങളും നമ്മുടെ ISO ലെവലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം, ഒരു റിമോട്ട് കൺട്രോൾ പോലെ. അതിന് ഈ ഒരു ഡിവൈസിനെ വേണമെന്നില്ല. നിങ്ങളിപ്പോൾ ഫോണാണ്, ഇതിപ്പോൾ എൻ്റെത് DSLR ആണ്, ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്കൊരു ഫോൺ, മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിലും വേറൊരു ഫോൺ വെച്ചിട്ട് നിങ്ങൾക്ക് റിമോട്ട് കൺട്രോൾ വെച്ച് ചെയ്യാം. അതും ഇതേപോലെ ട്രൈപോഡിലൊക്കെ വയ്ക്കാം. നിങ്ങൾക്ക് സ്റ്റുഡിയോ ടൂർ കാണണമെന്ന് പറഞ്ഞ് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ടും ഒറ്റയ്ക്ക് ചെയ്യാം. ഒറ്റയ്ക്ക് അല്ലെങ്കിൽ തന്നെ എലോണായിട്ടിരിക്കുന്നതിൽ എന്തല്ലേ പ്രശ്നം? ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതെല്ലാം വിട്ടേക്കൂ. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് ആയിപ്പോയെന്ന് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട. കുറേ ആൾക്കാരുണ്ട് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നവർക്ക്, അവർക്കും താല്പര്യം. കാരണം അതാകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബ്ലൂപ്പർ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആരും അറിയാനൊന്നും പോകുന്നില്ല. അപ്പം നമ്മുടെ ഷോർട്സ് കുറച്ച് മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. പക്ഷേ അതിനും ഒരു ടെക്നിക്ക് ഉണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഈ ചില ഷോർട്സുകൾ നിങ്ങളൊരു ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള രീതിയിൽ, അതായത് വേറൊരാൾ നമുക്ക് എടുത്തു തരുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനും ഒരു ടിപ്പുണ്ട്. അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൗ ഐ എം ഷൂട്ടിംഗ് ദ വീഡിയോ മൈസെൽഫ് എന്നുള്ളൊരു കണ്ടന്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്യാം. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഗൈസ്, പോയിന്റ് നമ്പർ 4 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു കണക്ട് വിത്ത് അവർ സബ്സ്ക്രൈബേഴ്സ് മോർ ഈസിലി. അപ്പോൾ എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് ഒരു കുറച്ചും കൂടി ഇൻട്രാക്ഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ അടുത്ത 4ാമത്തെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത്. ഇത് ലോക്ക്ഡൗൺ പീരീഡിലാണ് ഞാൻ കൂടുതൽ പരീക്ഷിച്ചത് കേട്ടോ. വേറൊന്നുമല്ല, നമ്പർ 1 പോളിംഗ് ആണ്. നിങ്ങൾക്കറിയാം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതെല്ലാം നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നമുക്ക് ലിങ്കുകൾ ഷെയർ ചെയ്യാൻ, സ്വൈപ്പ് അപ്പ് ചെയ്യാനും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അത് മിനിമം അതിനൊരു കുറച്ച് എന്താ പറയുക, കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഒരു 10K ഫോളോവേഴ്സൊക്കെ വേണം. അത് വേറെ കാര്യം. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറി ഇട്ടിട്ട് ഇന്ന ചാനലിൻ്റെ ഡീറ്റെയിൽ നിങ്ങളുടെ ബയോയിൽ കൊടുത്താൽ മതി. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ബയോയിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങളുടെ യൂട്യൂബ് ചാനലിലോട്ട് ഡയറക്റ്റ്ലി പോകാൻ പറ്റും. അപ്പോൾ അത് ലിങ്ക് ആയിട്ട് തന്നെ കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പോളിങ്ങുകൾ ചെയ്യുക. നിങ്ങൾ ഈ കണ്ടന്റ്സ് ഇതാണോ കൊള്ളാവുന്നത് അതോ ഇതാണോ, നിങ്ങൾക്ക് ഇന്ന കണ്ടന്റിനെ പറ്റിയാണ് കൂടുതൽ വേണം, നിങ്ങൾ വോട്ട് ചെയ്യുക എന്നും പറഞ്ഞ് ഒരു സ്റ്റോറി ഇടുക. ആ സ്റ്റോറി നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് കണ്ടിന്യൂസ്ലി പോളിങ്ങിലൂടെയാണ് ഓരോ കണ്ടന്റും വളരെ സ്പെസിഫൈഡ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് എളുപ്പമാക്കാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ തന്നെ വളരെ രീതിയിൽ അവരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം അവർ ഓരോ ആൾക്കാരും വന്ന് നമ്മുടെ ഒരു വോട്ട് ചെയ്യുമ്പോൾ അതിൽ ഏതാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമുക്ക് ചെയ്യേണ്ടത്, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് മാത്രമേ വോട്ട് ചെയ്യാവൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഒരു രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ പിടിച്ച് നമ്മൾ സബ്ജക്റ്റായിട്ട് ഇട്ടിട്ട് അതിനുവേണ്ടി വീഡിയോ ഇറക്കാനായിട്ട് നിൽക്കരുത്. അത് വിൽ ബി എ ബ്ലോപ്പർ. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇങ്ങനെ പോളിംഗ് ആയിട്ട് നടത്തുക. മൂന്നാമത്തെ കാര്യം വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ചാനലിൽ ലൈവ് സ്ട്രീംസ് പോവുക. Q&A പോലെ കേട്ടോ, ഇൻസ്റ്റന്റ് Q&A അങ്ങനത്തെ രീതിയിൽ അതൊന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പോസ്റ്റ് ഇടുക. 5:30 PM നിങ്ങൾ ലൈവ് സ്ട്രീം വരുന്നതെങ്കിൽ നിങ്ങൾ 5:30 PM വിൽ ബി ഗോയിങ് ലൈവ്. അപ്പോൾ ആരൊക്കെ കാണും, യെസ് ഓർ നോ എന്ന് പറഞ്ഞൊരു പോളിംഗ് ഇട്ടാൽ കൂടുതൽ ആൾക്കാരും കുറച്ച് ഇൻട്രാക്ഷൻ ലെവൽ കൂടും. അത് കുറച്ച് റീച്ചിനെ നല്ല രീതിയിൽ അത് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ലൈവ് സ്ട്രീം ചെയ്യുന്നത് കൊണ്ട് വേറൊരു നേട്ടം കൂടെ ഉണ്ട്. മോണിറ്റൈസേഷൻ ഇനേബിൾ ആയിട്ടുള്ളവർക്ക് സൂപ്പർ ചാറ്റ് എന്നുള്ള ഒരു ഫീച്ചർ ഇനേബിൾ ആവും. സൂപ്പർ ചാറ്റ് മാത്രമല്ല, മെമ്പർഷിപ്പും അതിൽ ഇനേബിൾ ആവും കേട്ടോ. ഇതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഏണിങ്സും ഇതിൽ നിന്ന് ഉണ്ടാക്കാം. കാരണം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള ഡൊണേഷൻസ്, ചെറിയ രീതിയിലുള്ള സൂപ്പർ ചാറ്റ്, വളരെ ചെറിയ റേറ്റ് ആയിരിക്കും. 20-40 രൂപയൊക്കെയാണ്. 20 രൂപയാണ് ഏറ്റവും കുറഞ്ഞത്. 100 രൂപ, 1000 രൂപ. പല യൂട്യൂബേഴ്സിനും നല്ല രീതിയിൽ ഇത് സൂപ്പർ ചാറ്റ് കിട്ടി, ഡെയിലി സൂപ്പർ ചാറ്റ് കിട്ടുന്നവരുണ്ട്, ലൈവ് സ്ട്രീമേഴ്സ്. അപ്പോൾ ഇങ്ങനെ സൂപ്പർ ചാറ്റ് കിട്ടുമ്പോൾ അവർക്കൊരു ഷൗട്ട് ഔട്ട് കൊടുക്കുക, അവരുമായിട്ട് കണ്ടന്റിൽ ഇന്ററാക്ട് ചെയ്യുക. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. ആ ഒരു നമ്മുടെ ഒരു ടെക്ക് എന്നുള്ളതും അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് എന്നുള്ളതും നിങ്ങൾ ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. കാരണം സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സും ഈവൻ ചെറിയ യൂട്യൂബേഴ്സ് ലൈക്ക് 1000-2000 സബ്സ്ക്രൈബർ ഉള്ള ആൾക്കാർക്ക് പോലും ഭയങ്കര ഒരു ലെവലിൽ അതൊരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. ചെറിയ സൂപ്പർ ചാറ്റുകൾ ആയിക്കോട്ടെ, ചെറിയ മെസ്സേജസ് ആയിക്കോട്ടെ, അത് വലിയ രീതിയിൽ അവരുടെ ചാനലിൻ്റെ ഗ്രോത്ത്, ഫ്യൂച്ചറിനെ അത് നല്ല രീതിയിൽ അത് ഇമ്പ്രൂവ് ചെയ്യുന്ന എനിക്ക് ഗ്യാരണ്ടീഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുക മാക്സിമം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട്. അവർക്ക് വേണ്ടത് കൊടുക്കുക, ഡെഫിനറ്റ്ലി അവർ നിങ്ങളിലോട്ട് തന്നെ വരും. ഗൈസ്, പോയിന്റ് നമ്പർ 5. ഈ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഹൗ ടു ബി ക്രിയേറ്റീവ്. നിങ്ങളുടെ കണ്ടന്റിൽ എങ്ങനെയൊക്കെയാണ് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക എന്നുള്ളതിനെ പറ്റി വളരെയധികം റിസർച്ച് നടത്താൻ പറ്റിയ ടൈമാണ് ഈ ലോക്ക്ഡൗൺ പീരീഡ്. വേറെ ഒന്നല്ല, കുറേ കണ്ടന്റ്സ്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ നിഷായിട്ടുള്ള ഒരു കണ്ടന്റ് നമ്മൾ എടുക്കുകയാണ്. പലരും വീഡിയോ ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ്. ജസ്റ്റ് നമ്മൾ എടുക്കുന്നു, ഒരു ഫോൺ അൺബോക്സ് ചെയ്യുന്നു എന്നതിലുപരി ആ ഒരു അൺബോക്സിംഗ് വീഡിയോ തന്നെ ആയിക്കോട്ടെ, അതിന് എന്ത് വെറൈറ്റിയിൽ നിങ്ങൾക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ക്വാളിറ്റിയിൽ നമ്മുടെ വ്യൂവേഴ്സിലോട്ട് എത്തിക്കാൻ പറ്റും, അങ്ങനെ ഒരു ചിന്താഗതിയും കൂടെ നിങ്ങൾ കൊണ്ടുവരിക. അതിന് ഏറ്റവും എളുപ്പമുള്ള ഒരു സ്റ്റെപ്പാണ് സ്ക്രിപ്റ്റിംഗ്. നിങ്ങളുടെ ഓരോ വീഡിയോസ് നിങ്ങളുടെ ഓരോ ഐഡിയാസ് കിട്ടുമ്പോഴും നിങ്ങളതൊരു ഡയറി പോലെ, എക്സാമ്പിൾ ഇതുപോലെ കേട്ടോ, ഒരു ഡയറി എടുത്തിട്ട് നമ്മുടെ കണ്ടൻസുകളും കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ രീതിയിൽ ടെക്കാണ് ഞാൻ പറയുന്നത്, അല്ലാതെ വ്ളോഗിങ്ങിനൊന്നും ഇത് മേ ബി വലിയ ബാധകമായിരിക്കില്ലായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ഇത് ഗുണം ചെയ്യുന്നത് ടെക് യൂട്യൂബേഴ്സിനാണ്. എന്തൊക്കെ പോയിന്റ്സ് ആണ് പറയേണ്ടത്, പോയിന്റ് ആവശ്യമുള്ള പോയിന്റ്സിൽ നോട്ട് ചെയ്ത് വെക്കുക. ഒരു എസ്സേ പോലെയോ അല്ലെങ്കിൽ കഥ എഴുതിയോ സ്ക്രിപ്റ്റിംഗ് എന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. Okay, Mr. Essay, I say, prepare to be written. I'm doing it. Yeah. Some of these, almost there. Done. അയാൾ കഥ എഴുതുകയല്ല. നമ്മൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇപ്പം നമ്മൾ പറയേണ്ട ഒരു 5 പോയിന്റ് ആണെങ്കിൽ 5 പോയിന്റ് എഴുതുക. അതിൻ്റെ താഴെ എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് ആ ഒരു കണ്ടന്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതും കൂടെ സ്പെസിഫൈ ചെയ്യുക. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു സ്റ്റോറി ബോർഡ് കിട്ടും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പമായിട്ട് നിങ്ങളുടെ വീഡിയോസ് പ്രസന്റ് ചെയ്യാം. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ചെയ്യാന്നേ ഉള്ളൂ. അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കാണ് ഓരോ വീഡിയോസും നല്ല രീതിയിൽ പ്രേക്ഷകരിലോട്ട് എത്തുന്നതും അവർ കൂടുതൽ നേരം കണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ വൈറലാവുന്ന വീഡിയോസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണും. വളരെ ക്വാളിറ്റിയുള്ള ഒരു വലിയ സ്റ്റുഡിയോ 2, 3, 4, 10 ലക്ഷം രൂപയൊക്കെ മുടക്കി സ്റ്റുഡിയോയും ചെയ്ത് ഒരു ഹൈ എൻഡ് PC-യും എടുത്ത്, അല്ലെങ്കിൽ വലിയ ടേബിള്, കുറേ ലൈറ്റിങ്, ഒരു 20,000 രൂപയുടെ മൈക്ക്, ഒരു 2 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപയുടെ ക്യാമറ, അങ്ങനെ എല്ലാം വെച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട് 2 പേര്, എഡിറ്റേഴ്സ്, ഡിസൈനർ, ഇതൊന്നും അല്ല വേണ്ടത്. യൂട്യൂബിൽ ഇപ്പോൾ ടെക്കായിട്ട് തന്നെ വരുന്നവരും കണ്ടന്റിന് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കൊണ്ടുവരണം. കാരണം ടെക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി എ ബോറിംഗ് സ്റ്റാഫ് ഫോർ മോസ്റ്റ് ഓഫ് ദ യൂട്യൂബ് കമ്മ്യൂണിറ്റി. കാരണം ടെക്ക് എന്ന് പറയുമ്പോൾ കുറേ കഥകൾ, ഇത് കേട്ട് മടുത്തല്ലോ, എന്തായത് എങ്ങനെയല്ല പറയേണ്ടത്. നമ്മൾ പ്രസൻറ്റേഷൻ രീതിയിലൊരു എനർജി കൊണ്ടുവരണം. അല്ലാതെ
കുറേ കാര്യങ്ങൾ ടെക്നിക്കാലിറ്റി മാത്രം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ ഉണ്ടാവണമെന്നില്ല. മേ ബി കുറച്ച് മിനിറ്റ് കണ്ടിരിക്കും, അത് കഴിഞ്ഞ് അവർ സ്കിപ്പ് ചെയ്ത് പോകും. ഇത് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ക്രിയേറ്റീവായിട്ട് കണ്ടന്റുകൾ ഇറക്കുക, കുറച്ച് മീസ് ഇറക്കുക. അതും അധികം ഓവർ ആവരുത് കേട്ടോ. ചില കണ്ടന്റൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ എന്നെ പോലെ അറിയാത്ത ആൾക്കാർക്ക് മേ ബി കണ്ടന്റ്സ് ഒക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് പാളിച്ചു വരാൻ നിങ്ങളൊന്ന് ക്ഷമിക്കുക. പക്ഷേ മാക്സിമം ക്രിയേറ്റീവായിട്ട് നോക്കുക. എല്ലാവരും ചെയ്യുന്ന സാധനം അതേപോലെ എടുത്ത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യൂ. ഡെഫിനറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ് മോർ സബ്സ്ക്രൈബേഴ്സ് ഫ്രം യുവർ ടെക് ചാനൽ. ഇതാണ് ഗൈസ് എൻ്റെ എക്സ്പീരിയൻസും. ഇതിലേതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ബിലോ 1, 2, 3 ഏതെങ്കിലും നമ്പറാണ് കാണുക. ഇപ്പം നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4, നമ്പർ 5 ഇതിൽ നമ്പർ മാത്രമായിട്ട് സ്പെസിഫൈ ചെയ്താലും മതി ഏതാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് തന്നെ വീഡിയോ ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം നമ്മുടെ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ഔട്ട് ഓൺ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഈ ഷൗട്ട് ഔട്ടും കാര്യങ്ങളൊക്കെ അതിലുണ്ട് ഗൈസ്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഈസ് പ്രശാന്ത് ആവി സൈനിങ് ഓഫ്.